ഹായ് ഗൈസ്, എൻ്റെ പേര് ശ്രുതി. വെൽക്കം ടു മൈ ചാനൽ ദ ഹീലിംഗ് സർക്കിൾ ബൈ ശ്രുതി. ട്രോമ ആൻഡ് ട്രോമ ഹീലിംഗ് എന്നുള്ള ടോപ്പിക്സ് ഒന്നും നമ്മുടെ സൊസൈറ്റിയിൽ അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. മെൻ്റൽ ഹെൽത്ത് കൺസൾട്ടേഷൻ ഒരു തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ തെറാപ്പിക്കൊന്നും പോയിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഇടയിലാണോ നിങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്? ഓർ അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഇടയിലാണോ നിങ്ങൾ എപ്പോഴും ജീവിക്കുന്നത്? But it's time to change that. ട്രോമ ആൻഡ് ട്രോമ ഹീലിങ്ങിനെ കുറിച്ച് പഠിക്കാനും അത് നമ്മളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റേജസ് എത്തി. ബിക്കോസ് നമ്മൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ട്രോമ ഹീലിംഗ് പ്രാക്ടീഷണറാണ്. എൻ്റെ ട്രോമ ഹീലിംഗ് ജേർണിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളും നിരവധി സെൽഫ് ഹെൽപ്പ് ബുക്കുകളിൽ വായിച്ചിട്ട് എൻ്റെ ലൈഫിലോട്ട് ഞാനെടുത്ത മെത്തേഡ്സുകളും കുറച്ച് അവെയർനെസ്സും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. വെയിറ്റ് ഇഫ് യു ആർ സ്റ്റിൽ ലിസണിങ്, എനിക്ക് ഡ്രാമയൊന്നുമില്ല, ഈ പെണ്ണുമ്പിള്ള എന്താണ് പറയുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളതെങ്കിൽ ഞാനും അങ്ങനെ കരുതിയ ഒരാളാണ്. ഞാൻ വിചാരിച്ചു ട്രോമ ഈസ് നത്തിങ് ഇൻ മൈ ലൈഫ്. ഓക്കെ, എനിക്കൊരു ട്രോമാറ്റിക് ഇവൻ്റ് ഉണ്ടായിട്ടില്ല, എൻ്റെ ലൈഫ് ഫുൾ ഹാപ്പിയാണ്, എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാം മറ്റുള്ള ആൾക്കാർ കാരണമാണെന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുന്നതാണോ അതോ നിങ്ങൾ ഡെയിലി ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഒരു കാര്യം എന്ന് പറയുന്നത്, യു ഓവർ തിങ്ക് എവറിത്തിങ്. ആൾക്കാർ പറഞ്ഞതിനെക്കുറിച്ചും പറയാത്തതിനെക്കുറിച്ചും എല്ലാം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യും. പിന്നെ നമ്മൾ സെൻസിറ്റീവാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ഒരു 100 കാര്യം നമ്മുടെ ലൈഫിൽ നല്ലത് നടന്നാലും ഒരു കാര്യം ആരെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റോ ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ 100 കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ ആ ഒരേ ഒരു നെഗറ്റീവ് കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് you are not feeling happy in your relationship with friends, partner, parents, in-laws, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും റിലേഷൻഷിപ്സിൽ പോകുമ്പോഴും നിങ്ങൾക്ക് തോന്നും, നോ ദിസ് ഇസ് നോട്ട് ഗുഡ്, ദിസ് പേഴ്സൺ ഈസ് നോട്ട് ഗുഡ്, ദിസ് പേഴ്സൺ ഈസ് നോട്ട് ട്രീറ്റിംഗ് മീ വെൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുവാണ്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ട്രോമയുടെ റെസ്പോൺസ് ആയിരിക്കും. സോ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ട്രോമ ആൻഡ് ട്രോമ ഹീലിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.